Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, miss. Good afternoon, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് അബ്രിവിയേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ. കോമൺ റൂട്ട് വേർഡ്സ് കംപ്ലീറ്റ് ആയി. കുറച്ച് അബ്രിവിയേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. 166 മുതലല്ലേ മിസ് സ്റ്റാർട്ട് ചെയ്തേ? 75 വരെ പറഞ്ഞു അല്ലെ. MCL വരെ പറഞ്ഞു അല്ലെ. ഇമ്പോർട്ടന്റ് മിസ് ഈ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓരോ പേജ് വൈസ് അല്ലേ പറഞ്ഞു തരാം. 175 വരെ ക്ലിയർ അല്ലേ? 175 വരെ ക്ലിയർ അല്ലേ? ഇനി അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് 176 MEQ മില്ലി ഇക്വലന്റ് നമ്മുടെ യൂണിറ്റ് ആണ്. നമ്മുടെ മെഷർമെന്റിലേക്ക് യൂണിറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മില്ലി ഇക്വലന്റ് കേട്ടോ. MEQ. Then സ്മോൾ ലെറ്റർ MG മില്ലിഗ്രാം. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളതല്ലേ അല്ലെ. സ്മോൾ ലെറ്റർ MG മില്ലിഗ്രാം. Then ക്യാപിറ്റൽ ലെറ്റർ MI മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇതിനെ നമ്മൾ കോമൺലി വിളിക്കുന്നത് എന്താ? ഓൾസോ കോൾഡ്, പഠിച്ചില്ലേ? ഈ ഒരു ടേം എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? മയോകാർഡിയൽ ഇൻഫാക്ഷൻ. എവിടെയാണ് ഓർക്കുന്നത്? എന്താണ്? ഹാർട്ട് അറ്റാക്ക് അല്ലെ. വെരി ഗുഡ്. ഹാർട്ട് അറ്റാക്ക് അല്ലെ. ഹാർട്ട് അറ്റാക്കിനെ കോമൺലി നമ്മൾ വിളിക്കുന്ന പേര് തന്നെയാണ് മയോകാർഡിയൽ ഇൻഫാക്ഷനെ നമ്മൾ കോമൺലി കോൾഡ് ആസ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാറുണ്ട് അല്ലെ. ക്യാപിറ്റൽ ലെറ്റർ MI ആണ് കേട്ടോ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ. Then MIC ഇതും കേട്ട് കാണും. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നും പറയാം, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നും പറയാം. മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. MICU. അതുപോലെ തന്നെ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ആംബുലൻസുകൾ അല്ലെ. മൊബൈൽ ആയിട്ട് മൂവബിൾ ആയിട്ടുള്ള ഫുള്ളി എക്വിപ്ഡ് ആംബുലൻസുകളാണ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതുപോലെ തന്നെ MICU മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റുകളും ഉണ്ട്. MICU ഉണ്ട്. ഇനി സ്മോൾ ലെറ്റർ MIN മിനിറ്റ് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. Then ML മില്ലിലിറ്റർ. Then MM മില്ലിമീറ്റർ. mmHg millimeters of mercury. And MRI ഇതൊക്കെ ഓൾറെഡി അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. MRI ഇതും പഠിച്ചിട്ടില്ലേ? റേഡിയോളജി എന്ന് പറയുന്ന ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലെ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നും പറയാറുണ്ട്, ഇമേജ് എന്നും പറയാം കേട്ടോ. അടുത്തതാണ് ക്യാപിറ്റൽ ലെറ്റർ MS മോർഫിൻ സൾഫേറ്റ്. കേട്ടിട്ടുണ്ടോ? മോർഫിൻ സൾഫേറ്റ്. മോർഫിൻ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു ഡ്രഗ് ആണ്. നമ്മുടെ മൈൽഡ്, മോഡറേറ്റ് ടു അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള പെയിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണ് മോർഫിൻ സൾഫേറ്റ് എന്ന് പറയുന്നത്. ഇഞ്ചക്ഷൻ രൂപേണയൊക്കെയാണ് നമുക്ക് ഇഞ്ചക്ഷൻ രൂപേണയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെ, നാർക്കോട്ടിക്സ് ആണ്. അടുത്തത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നും പറയാം. MS-നെ മോർഫിൻ സൾഫേറ്റ് എന്നും പറയാം, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നും പറയാം. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞ ഡിസീസ് കണ്ടീഷൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡാമേജ് ദ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ദ നെർവ്സിന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡാമേജ് ചെയ്യുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ആണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, അതിന്റെ എക്സ്പെരിമെന്റ് ഫോം മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇനി MSO4 ഇതൊക്കെ നമ്മുടെ കെമിക്കൽ ഫോർമുലാസ് ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ സ്കൂളുകളിൽ വെച്ചിട്ട് അല്ലേ. അതിന്റെ കെമിക്കൽ ഫോർമുല എന്തിന്റെയാണ്? ഈ സെയിം മോർഫിൻ സൾഫേറ്റിന്റെ കെമിക്കൽ ഫോർമുല രാസനാമമാണ് MSO4 എന്ന് പറയുന്നത്. Then MVA ക്യാപിറ്റൽ ലെറ്റർ MVA മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. ഇത് പഠിച്ചിട്ടില്ലേ? മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ആംബുലൻസ് റേസുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻസ് ഇതെന്താണ്? പ്രധാനമായിട്ടും നമ്മുടെ ഇൻസിഡൻസ് അല്ലെ. കാറോ അതുപോലെ തന്നെ ട്രക്കോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വെഹിക്കിൾസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടൂ വീൽഡ് ആയിട്ടുള്ള വെഹിക്കിൾസോ ഒക്കെ തമ്മിലുണ്ടാകുന്ന കൊളീഷൻ അല്ലെങ്കിൽ ആക്സിഡൻസിനെയാണ് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻസ് എന്ന് പറയുന്നത്. MVC
MEC എന്ന് വെച്ചാൽ മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. രണ്ടും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ. മോട്ടോർ വെഹിക്കിൾസ് കൊളൈഡ്സ് വിത്ത് അനദർ ഒബ്ജക്ട്, മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റുമായിട്ട്, മറ്റെന്തുമായിട്ടോ മറ്റേതെങ്കിലും ഒരു ഒബ്ജക്റ്റുമായിട്ട് മോട്ടോർ വെഹിക്കിൾസ് കൊളൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റിനെയാണ് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ക്രാഷ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 188 വരെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വേഗം ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട്സിനെ ചോദിക്കാം. എന്നിട്ട് മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയട്ടെ എന്നാ, നോട്ട് ചെയ്യോ? ഓക്കെ അല്ലേ? ഓക്കെ, നമ്പേഴ്സ് പറയാം, നോട്ട് ചെയ്തോ കേട്ടോ. 169, 169, 173, 169, 173, 174, 175, 173, 174, 175, 178, 178, 179, 178, 179. Then 184, 184, 187, 188, 187, 188, 169, 173, 174, 175, 179, 184, 187, 188. Video clear or no? Okay. Okay. Next one ആണ് 189 ആണ് കേട്ടോ. MVP, mitral valve prolapse. എന്താണ് ഈ ഒരു mitral valve എന്ന് പറയുന്നത്? എവിടെ കാണുന്ന വാൽവാ? ഹാർട്ട് ചേമ്പേഴ്സിനിടയിലാണ്. ഏത് സൈഡിലാണ്? ഹാർട്ടിന്റെ ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവ് ആണ് മിട്രൽ വാൽവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബൈക്കസ്പിഡ് വാൽവ്, ട്രൈക്കസ്പിഡ് വാൽവ് എന്നൊക്കെ കേട്ടാണ് അല്ലെ. ബൈക്കസ്പിഡ് വാൽവിനെയും നമ്മുടെ മിട്രൽ വാൽവ് തന്നെയാണ് രണ്ട് രീതിയിലും പറയാം കേട്ടോ. മിട്രൽ വാൽവ് എന്ന് പറയാറുണ്ട്, ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയാറുണ്ട്. അത് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിനും ഹാർട്ടിലെ ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്ന വാൽവാണ്. അപ്പൊ ആ വാൽവിന്റെ ഇംപ്രോപ്പർ ക്ലോഷറിനെയാണ് നമ്മൾ മിട്രൽ വാൽവ് prolapse എന്ന് പറയുന്നത്. മിട്രൽ വാൽവ് prolapse എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ ക്ലോഷർ ഓഫ് മിട്രൽ വാൽവുകളുടെ എന്താണ് ഹാർട്ടിന്റെ ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള ആ വാൽവിന്റെ ഇംപ്രോപ്പർ ക്ലോഷറിനെയാണ് മിട്രൽ വാൽവ് prolapse. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ നോർമൽ എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. NA ഇത് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. സോഡിയത്തിന്റെ നമ്മൾ പണ്ട് തുടങ്ങി കുഞ്ഞു ക്ലാസ് മുതലേ കാണുന്നതാണ് അല്ലെ സോഡിയം. ഇനി അടുത്ത ക്യാപിറ്റൽ, അതിൽ ഒരു ലെറ്റർ സോഡിയത്തിന്റെയും അടുത്തത് നമ്മൾ മാറിപ്പോകരുത് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ എന്നും സ്മോൾ ലെറ്റർ എയുമാണ് സോഡിയം. അതേസമയം രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്നും എയും ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ N bar A എന്ന് കൊടുക്കാറുണ്ട്. നോട്ട് ആപ്ലിക്കബിൾ നമ്മൾ എഴുതാറുണ്ടല്ലോ അല്ലെ, ബാധകമല്ല, നോട്ട് ആപ്ലിക്കബിൾ എന്ന് നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് അല്ലെ. അടുത്തത് NaCl എന്താണ്? സോഡിയം ക്ലോറൈഡ് അല്ലെ. സോഡിയം ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുലയാണ് NaCl എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ NaD,
എന്താണ് നോ അപ്പാരന്റ് ഡിസ്ട്രസ് ഓർ നോ അപ്രീഷിയബിൾ ഡിസീസ് എന്ന് വെച്ചാൽ എന്താ കാര്യമായിട്ടുള്ള രോഗമൊന്നുമില്ല. ഒരു മെഡിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നതാണ് NAD, അതായത് കാര്യമായിട്ടുള്ള രോഗം അല്ലെങ്കിൽ പ്രകടമായിട്ടുള്ള കാര്യങ്ങളൊന്നും അകത്ത് കാണാനില്ല, അല്ലെങ്കിൽ നോ അബ്നോർമാലിറ്റി ഡിറ്റക്റ്റഡ് എന്നൊരർത്ഥമാണ് കേട്ടോ. Then അടുത്തത് NaCO3 സോഡിയം ബൈകാർബണേറ്റ്. ഇതിന് നമ്മൾ കോമൺ ആയിട്ട് എന്താ വിളിക്കുക? സോഡിയം ബൈകാർബണേറ്റിനെ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ് അല്ലെ? വേറെ ഏതെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ ഇതിന്റെ? സോഡിയം ബൈകാർബണേറ്റ്, ബേക്കിംഗ് സോഡ അല്ലെ? ബേക്കിംഗ് സോഡ, അതെ, അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നതാണ് NaCO3, സോഡിയം ബൈകാർബണേറ്റ്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് NC, നേസൽ കാനുല. കണ്ടിട്ടുണ്ടോ നേസൽ കാനുല? പിക്ചേഴ്സിലൊക്കെ കണ്ടു കാണും അല്ലെ? ICUലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ കാനുല പേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? രണ്ട് മൂക്കിന്റെ ആ ഒരു ദ്വാരത്തിലേക്ക്, നേസൽ ക്യാവിറ്റിയിലേക്ക് കാനുല പേസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? നമ്മുടെ ഫേസിൽ കൂടെ ആ രണ്ട് വള്ളി എന്താണ് ആ ഒരു ട്യൂബ് കൊടുത്തിട്ട് നമ്മുടെ ഇയറിന്റെ അവിടെ ആയിരിക്കും അത് ഹാം ചെയ്തത്. കണ്ടിട്ടില്ലേ അത്? അതാണ് കേട്ടോ നേസൽ കാനുല കേട്ടോ. നിങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി, ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. ദെൻ അടുത്തത് അതുപോലെ തന്നെ NG, ക്യാപിറ്റൽ ലെറ്റർ NG, നേസോഗ്യാസ്ട്രിക്. ഇത് കണ്ടിട്ടുണ്ടോ? നേസോഗ്യാസ്ട്രിക് ഇതെന്താണ് ശരിക്കും? നേസോഗ്യാസ്ട്രിക് അപ്പൊ ഇതിന് തന്നെ കണക്ട് ചെയ്യാലോ. നേസോഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോൾ, നേസോ എന്ന് പറയുമ്പോൾ നമ്മുടെ നേസൽ ക്യാവിറ്റി, അതിൽ നിന്ന് ഗ്യാസ്ട്രിക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഭാഗത്തേക്ക് അല്ലെ? നമ്മൾ ഇടാറില്ലേ, ട്യൂബ് ഇടാറില്ലേ? പേഷ്യൻസിന്, അതായത് നോർമൽ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഫീഡിങ്ങിന് വേണ്ടിയിട്ട് ട്യൂബ് ഇടുന്നു നമ്മൾ പറയും അല്ലെ? ഇത് നേസൽ ക്യാവിറ്റി ഇരുന്ന് ത്രോട്ടിലൂടെ നമ്മൾ സ്റ്റൊമക്കിലേക്ക് ഇടുന്ന ട്യൂബാണ് അല്ലെ? മരുന്നുകൾ കൊടുക്കാനാവാം, മെഡിസിൻസ് കൊടുക്കാനാവാം, അല്ലെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ ഫീഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇടുന്ന എന്താണ് ട്യൂബിനെയാണ് നേസോഗ്യാസ്ട്രിക് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? NICU ഇത് പഠിച്ചിട്ടില്ലേ? നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടെ പ്രവേശിപ്പിക്കുക? ന്യൂ ബോൺ ആയിട്ടുള്ള അല്ലെ? നവജാത ശിശുക്കൾക്കായിട്ടുള്ളത് അല്ലെ? അതുപോലെ തന്നെ അടുത്തതാണ് NIDDM. എന്താണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കേട്ടോ. നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. ഈ ഒരു നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഏത് ടൈപ്പ് ഓഫ് ഡയബറ്റിസ് ആണെന്ന് പറയാമോ? നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് ടൈപ്പ് 2 ആണ് കേട്ടോ. ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. ടൈപ്പ് 2 ആണ് കേട്ടോ. ടൈപ്പ് 2 ആണ് കേട്ടോ. ടൈപ്പ് 2 ഡയബറ്റിസ് ഇതൊരു ക്രോണിക് കണ്ടീഷൻ ആണ്. നമ്മുടെ ജനറ്റിക് പരമായിട്ടോ ഒബസിറ്റിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്താണ് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടോ ഒക്കെ വരുന്നതാണ് കേട്ടോ. അപ്പൊ അവിടെ ബോഡി നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള അളവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു ഡയബറ്റിസ് കണ്ടീഷൻ ആണ് ടൈപ്പ് 2, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കാം? നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കാറുണ്ട്. അടുത്തത് NKA, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. NKA എന്ന് വെച്ചാൽ എന്താ? നോ നോൺ അലർജീസ്. നമുക്കറിയാം ഇപ്പൊ ചില പേഷ്യൻസിന് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തി കഴിയുമ്പോൾ ഡോക്ടേഴ്സ് പറയും അല്ലെ, അലർജി ഇല്ല അല്ലെ, ഒന്നിനോടും പേഷ്യന്റ് ഹാസ് നോ റിപ്പോർട്ടഡ് എനി അലർജി, ഒരു അലർജിയും റിപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ മെഡിസിൻസിന് വേണ്ടി മാത്രമല്ല, രണ്ടെണ്ണം നമ്മൾ ശ്രദ്ധിക്കാം. NKA ഉണ്ട്, NKDA ഉണ്ട്. അതിൽ NKA എന്ന് പറഞ്ഞാൽ നോ നോൺ അലർജീസ്, അതായത് മരുന്നുകളോട് മാത്രമല്ല ഫുഡുകൾ. ചിലർക്ക് ഫുഡുകളോട് അലർജി ഉണ്ടാവില്ലേ? ചില ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ അലർജി ഉള്ളവരുണ്ടാവുമല്ലോ. അപ്പൊ മെഡിസിൻസ് മാത്രമല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. നോൺ അലർജി എന്ന് പറയുമ്പോൾ ഫുഡ്സ് മാത്രമല്ല, ഫുഡോ മെഡിക്കേഷൻസിനോടോ മറ്റൊരു സബ്സ്റ്റൻസിനോടും ഇതുവരെ നമുക്ക് ഒരു അലർജിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് NKA സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, NKDA എന്ന് വെച്ചാൽ നോ നോൺ ഡ്രഗ് അലർജീസ്. അപ്പൊ ഇവിടെ എന്തിനോട് മാത്രം അലർജി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്? എന്തിനോട് അലർജി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്? തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ഡ്രഗ്സിനോട് അല്ലെ, ഡ്രഗ്സിനോട് ഇതുവരെ ഒരു അലർജിയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നോ അലർജീസ് ടു മെഡിക്കേഷൻസ്, മരുന്നുകളോട് ഇതുവരെ ഒരു അലർജിയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് NKDA പറയുന്നത്. മാറിപ്പോകരുത്. അടുത്തത് NPA. എന്താണ് NPA? നേസോഫാരൻജിയൽ എയർവേ. നേസോഫാരൻജിയൽ എയർവേ NPA. എന്താണ് നേസോഫാരൻജിയൽ എയർവേ? നമ്മുടെ നോസ് അല്ലെ, നോസ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മുടെ ആ ഒരു ബ്രീത്തിങ്
നമ്മൾ എന്താണ് നോസ്ട്രിൽസ് അല്ലെ, നമ്മുടെ ആ ഒരു നോസ്ട്രിലേക്ക് ഒരു സോഫ്റ്റ് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ നോസ്ട്രിൽസ് എന്ത് ചെയ്യുന്നു, എപ്പോഴും ഓപ്പൺ ചെയ്ത് നിർത്തുന്നതിനെയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട ഡിഫിക്കൽട്ടീസ് ഒക്കെ കുറയ്ക്കാനും നമ്മുടെ ടങ്ക് അതുപോലെ തന്നെ സോഫ്റ്റ് പാലറ്റ് നമ്മുടെ എയർവേ ഒബ്സ്ട്രക്ട് ചെയ്യുന്നതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നേസോ ഫാരൻജിയൽ എയർവേ ചെയ്യുന്നത്. അടുത്തത് NPO, ക്യാപിറ്റൽ ലെറ്റർ NPO, നിൽപെറോസ്. കേട്ടിട്ടുണ്ടോ? നത്തിങ് ബൈ മൗത്ത് എന്ന് നമ്മൾ പറയും. നമ്മൾ അല്ലാതെ പറയുന്നതാണ് നിൽപെറോസ് എന്ന് പറയും, അല്ലെങ്കിൽ നത്തിങ് ബൈ മൗത്ത് എന്നാണ് അതിന്റെ മീനിങ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളോട് പറയാറില്ലേ, അതിന് മുൻപായിട്ട് ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും കുടിക്കരുതെന്ന് പറയും. പറയാറില്ലേ? ഇപ്പൊ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് പറയാറില്ലേ, സർജറീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് ഇത്ര മണിക്കൂർ മുൻപ് നിങ്ങൾ ഒന്നും കഴിക്കരുത് എന്ന് നമ്മളോട് പറയാറുണ്ടല്ലോ. അത് തന്നെയാണ് നോട്ട് ഈറ്റ് അല്ലെ, ഓർ ഡ്രിങ്ക് ബിഫോർ എ പ്രൊസീജിയർ. ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപായിട്ട് നത്തിങ് ബൈ മൗത്ത് വഴി ഒന്നും ചെയ്യാം, എൻഡോസ്കോപ്പി ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സിന് വേണ്ടി പറയാറുണ്ട് കേട്ടോ. അപ്പൊ അത് ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ആസ്പിറേഷനുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നത്തിങ് ബൈ മൗത്ത് എന്നുള്ളതാണ് നെൽപെറോസ് കൊണ്ട് മീനിങ് ചെയ്യുന്നത്. അടുത്തത് NS, ക്യാപിറ്റൽ ലെറ്റർ NS, നോർമൽ സലൈൻ. ഇത് കണ്ടിട്ടില്ലേ നിങ്ങള്? ഡിപ്സ് ഇടുമ്പോ അതിന്റെ ആ ഒരു ബോട്ടിലിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും നോർമൽ സലൈൻ. കണ്ടിട്ടില്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ആണ് NSR, ക്യാപിറ്റൽ ലെറ്റർ NSR, നോർമൽ സൈനസ് റിതം. നോർമൽ സൈനസ് റിതം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ നോർമൽ ആയിട്ടുള്ള റെഗുലർ ഹാർട്ട് ബീറ്റ് അല്ലെ, ഒരു അഡൾട്ടില് 60 to 100 ഹാർട്ട് ബീറ്റ് ആയിരിക്കും പെർ മിനിറ്റ് ഉണ്ടാവുക. ഇതൊരു നോർമൽ ഹാർട്ട് ബീറ്റ് റിതമാണ് അല്ലെ, നോർമൽ ഹാർട്ട് ബീറ്റ് ആണ് കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. നോർമൽ സൈനസ് റിതം എന്ന് പറയാറുണ്ട്. നമ്മുടെ ഹാർട്ടിന്റെ റിതം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റിതം ഓഫ് ദ ഹാർട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് NTG, നൈട്രോഗ്ലിസറിൻ. നൈട്രോഗ്ലിസറിൻ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു വാസോ ഡയലേറ്റർ മെഡിസിൻ ആണ്, മെഡിക്കേഷൻ. നമ്മുടെ ചെസ്റ്റ് പെയിനെയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അതുമായി ചെസ്റ്റ് പെയിൻ അതുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ടീഷൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കേഷൻ ആണ് എന്ത്? നൈട്രോഗ്ലിസറിൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ NV, നോസിയ ആൻഡ് വോമിറ്റിംഗ്. ചില പേഷ്യൻസിന് എന്താണ് നോസിയ? നോസിയ വോമിറ്റിംഗ്. എന്താണ് നോസിയ? ഒക്കാനം വരിക എന്ന് നമ്മൾ പറയും അല്ലെ, ഒക്കാനം വരിക എന്ന് പറയും. വോമിറ്റിംഗ് നമ്മുടെ ഛർദി അല്ലെ. അപ്പൊ ചില പേഷ്യൻസിന് നമ്മൾ പറയും നോസിയ, ഒക്കാനോ അല്ലെങ്കിൽ ഛർദിയോ ഉണ്ട്. എന്ന് പറയുമ്പോൾ എന്താ? നോസിയ ആൻഡ് വോമിറ്റിംഗ് ആൻഡ് ഡയേറിയ. നോസിയ, ഒക്കാനുണ്ട്, ഛർദിയുണ്ട്, അതുപോലെ തന്നെ ഡയേറിയ അല്ലെ, വയറിളക്കവും ഉണ്ട് എന്നുള്ളതാണ്. Then capital letter NVD, neck vein distension എന്ന് വെച്ചാൽ നമുക്ക് ഒരു വിസിബിൾ ആയിട്ടുള്ള ബൾജിങ്, നമ്മുടെ നെക്കിന്റെ അവിടത്തെ വലിയ മേജർ ആയിട്ടുള്ള വെയിൻസുകളിൽ ഒരു വിസിബിൾ ആയിട്ട് നമുക്ക് കാണുന്ന രീതിയിലുള്ള ഒരു ബൾജിങ് ഉണ്ടാവുന്നതിനെയാണ് നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ എന്ന് പറയുന്നത്, NVD. Then O2 നമ്മൾ പണ്ട് മുതലേ കളിക്കുന്നതാണ് അല്ലെ, ഓക്സിജൻ അല്ലെ. OB, ക്യാപിറ്റൽ ലെറ്റർ OB എന്താ? ഒബ്സ്റ്റെട്രിക്സ്. പഠിച്ചിട്ടില്ലേ? എന്താണ് ഒബ്സ്റ്റെട്രിക്സ്? പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് അല്ലെ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, പോസ്റ്റ്പാർട്ടം പീരീഡ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അല്ലെ ഒബ്സ്റ്റെട്രിക്സ് അല്ലെങ്കിൽ പ്രസവ ചികിത്സ. വേഗം ഒന്ന് വായിക്കാം.
ക്ലിയർ ആണോ? പറയട്ടെ മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. 192, 192, 193, 192, 93, 192, 193, 196, 196, 198, 198, 207, 207, 210, 210, 209 കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. 209 ഒന്നുകൂടി പറയാമേ. 192, 193, 196, 198, 207, 209, 210. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ എടുക്കുവാണേ. നെക്സ്റ്റ് വൺ കാൽക്കുലേറ്റർ OBS. എന്താണ്? ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം എന്ന് വെച്ചാൽ ഇതൊരു ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ ആണ് കേട്ടോ. ഇതൊരു അംബ്രല്ല ടേം ആണ്. അതിന് കീഴിൽ ഒരുപാട് റേഞ്ച് ഓഫ് കണ്ടീഷൻസ് വരുന്നുണ്ട്. മെന്റൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് റേഞ്ച് ഓഫ് കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഒരു അംബ്രല്ല ടേം ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഇതൊരു ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ ആണ് കേട്ടോ OBS. അടുത്തത് കാൽക്കുലേറ്റർ OD. ഓവർഡോസ് നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. ഓവർഡോസ് പറയാറുണ്ട്. അതിന്റെയും OD തന്നെയാണ് യൂസ് ചെയ്യുക. റൈറ്റ് ഐ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചേഴ്സ് എത്രത്തോളം ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യുന്നതിന്റെ അളവിനെയാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് നമ്മുടെ റൈറ്റ് ഐയുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ OD ആണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുക. ദെൻ ഔട്ട്സൈഡ് ഡയമീറ്റർ അല്ലെ, നമ്മുടെ പുറമേയുള്ള വ്യാസം എത്രയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി എന്നും പറയാം. ഇതെല്ലാം ആ ODയുടെ എക്സ്പ്ലനേഷൻസ് ആണ് കേട്ടോ. ഇതിൽ ഏത് വന്നാലും ശരിയാണ്. ഓവർഡോസ്, റൈറ്റ് ഐ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഔട്ട്സൈഡ് ഡയമീറ്റർ, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. ദെൻ നെക്സ്റ്റ് വൺ ആണ് OP. ഇത് ഫെമിലിയർ ആണല്ലോ അല്ലെ. കാൽക്കുലേറ്റേഴ്സ് OP, ഔട്ട് പേഷ്യന്റ് അല്ലെ, ഔട്ട് പേഷ്യന്റ് എന്നുള്ളത്. ദെൻ കാൽക്കുലേറ്റേഴ്സ് OPA, ഓരോ ഫാരിൻഷ്യൽ എയർവേ. ഓരോ ഫാരിൻഷ്യൽ എയർവേ എന്ന് പറഞ്ഞാൽ ഇതൊരു കർവ്ഡ് ആയിട്ടുള്ള J-ഷേപ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഡിവൈസ് ആണ്. പേഷ്യൻസിന്റെ എയർവേ ഓപ്പൺ ചെയ്യുന്നത്, അതായത് നമ്മുടെ ടങ്ക് എപ്പിഗ്ലോട്ടിസിനെ ബ്ലോക്ക് ചെയ്യുന്നത്, അതായത് അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിന്, അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആകുമ്പോൾ അവരുടെ ടങ്ക് എപ്പിഗ്ലോട്ടിസിനെ ബ്ലോക്ക് ചെയ്യുകയും അതുവഴി അവർക്ക് ബ്രീതിങ് ഡിഫിക്കൽട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവരുടെ ആ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിന് ബ്രീതിങ്, അവരുടെ എയർവേ ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി നമ്മളൊരു കർവ്ഡ് ആയിട്ടുള്ള J-ഷേപ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഡിവൈസ് യൂസ് ചെയ്യുന്നതിനെയാണ് ഓറോ ഫാരിൻഷ്യൽ എയർവേ എന്ന് പറയുന്നത്. Then OR പഠിച്ചിട്ടില്ലേ? ക്യാപിറ്റൽ OR, ഓപ്പറേറ്റിംഗ് റൂം പഠിച്ചില്ലേ? ഓപ്പറേഷൻ തിയേറ്റർ ചാപ്റ്റർ പഠിച്ചില്ലേ? പഠിച്ചോ? അപ്പൊ ഏതാണ്? ഓപ്പറേറ്റിംഗ് റൂമിന്റെയാണ്. കാൽക്കുലേറ്റേഴ്സ് OS, ലെഫ്റ്റ് ഐ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു ലാറ്റിൻ ടേം ഉണ്ട്, ഒക്യുലസ് സിനിസ്റ്റർ. അത് അതിന്റെ മീനിങ് ആണ് ലെഫ്റ്റ് ഐ എന്നുള്ളത്. അതിൽ നിന്നാണ് കേട്ടോ അങ്ങനെ വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ തോന്നും അതെല്ലാം OS എന്ന് എഴുതിയിട്ട് ലെഫ്റ്റ് ഐ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ, തോന്നും അല്ലെ. അത് ലാറ്റിൻ ടേം ആണ്. എന്താണ്? ഒക്യുലസ് സിനിസ്റ്റർ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് ആണ് ലെഫ്റ്റ് ഐ എന്നുള്ളത് കേട്ടോ. ദെൻ OU, ഇതിന്റെയും ഇതുപോലെ ഒരു ലാറ്റിൻ ടേം ഉണ്ട്, ഒക്യുലസ് യൂട്ടർക്ക് എന്ന് പറയുന്നത്. ഒക്യുലസ് യൂട്ടർക്ക് എന്ന് പറയുന്ന ടേം, അതിന്റെ മീനിങ് ആണ് ബോത്ത് ഐസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് മെഡിക്കൽ എക്സാമിനേഷൻസ്, ലെൻസുമായി ബന്ധപ്പെട്ടുള്ള എക്സാമിനേഷൻസ് ഒക്കെ നടത്തുമ്പോൾ നമ്മള് ലെഫ്റ്റ് ഐക്ക് മാത്രമാണ് പവറെങ്കിൽ അങ്ങനെ ബോത്ത് ഐസിനും ഈക്വൽ പവർ നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാറുണ്ട് ഡോക്ടേഴ്സ്. അടുത്തത് OZ, സ്മോൾ ലെറ്റേഴ്സ് ആണ്. OZ, ഔൺസ്. ഇത് പറയാറില്ലേ നമ്മൾ മരുന്നുകളുമായി ബന്ധപ്പെട്ട്, മെഡിക്കേഷൻസുമായി ബന്ധപ്പെട്ട് ഔൺസ് അല്ലെ. ദെൻ സ്മോൾ ലെറ്റർ P, ഒരു ഹൈഫൺ ഇട്ടാല് ആഫ്റ്റർ എന്നാണ് അർത്ഥമാക്കുന്നത്. ആഫ്റ്റർ കേട്ടോ. സ്മോൾ ലെറ്റർ PC ആണെങ്കിൽ ആഫ്റ്റർ മീൽസ് എന്നാണ്. ആഫ്റ്റർ മീൽസ്. ദെൻ PCO2, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. PCO2
പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ബ്ലഡിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ മെഷറിനെയാണ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then PDR, calculator PDR, physician's desk reference എന്ന് വെച്ചാൽ എന്താ, ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ്. അതായത് ഇപ്പൊ നമ്മള് ഇതൊരു റിട്ടൺ ആൻഡ് പിക്ടോറിയൽ ഇൻഫർമേഷൻ ആണ് കേട്ടോ. അതായത് പാക്കേജ് ഇൻസേർട്ട് ചെയ്യും. നമ്മുടെ ഇപ്പൊ മെഡിസിൻസ് ഒക്കെ വാങ്ങുമ്പോ അതിന്റെ നിർമ്മാതാക്കള് ഒരു കുറിപ്പടി തയ്യാറാക്കിയിട്ടില്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? ആ മരുന്നുകളെ കുറിച്ചുള്ള ഒരു കുറിപ്പടി തയ്യാറാക്കിയിട്ടില്ലേ? ഒരു നോട്ട്സ് ഉണ്ടോ? നിർദ്ദേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ഒരു സമാഹാരം. എന്താണ്? ഇവരാരും കണ്ടിട്ടില്ലേ? മെഡിസിൻസ് ഒക്കെ വാങ്ങുമ്പോ കണ്ടിട്ടില്ലേ? അത് തന്നെ, അതാണ് കേട്ടോ ഈ ഒരു ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റഡ് PE, പൾമണറി എംബോളിസം ഫിസിക്കൽ എക്സാമിനേഷൻ. അപ്പൊ കാൽക്കുലേറ്റഡ് P എന്ന് എഴുതിയാൽ രണ്ടെണ്ണം വരുന്നുണ്ട്. പൾമണറി എംബോളിസവും ശരിയാണ്, ഫിസിക്കൽ എക്സാമിനേഷനും ശരിയാണ്. ഓപ്ഷനിൽ ചിലപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ ബോത്ത് A and B എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യണം കേട്ടോ. തെറ്റിപ്പോവരുത്, ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചൂസ് ചെയ്ത്. അപ്പൊ ഓപ്ഷൻസ് നോക്കണം, ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ടേം ഉണ്ടോ കേട്ടോ. അത് നോക്കിയിട്ട് മാത്രമേ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ടെൻഷനിടയിൽ ആദ്യത്തെ ഓപ്ഷൻ കാണുമ്പോ ഇത് ശരിയാണ് എന്ന് ബാക്കിയുള്ള ഓപ്ഷൻസ് വായിച്ചു നോക്കാതെ അത് പോയി ഇതാക്കിയാൽ ആൻസർ തെറ്റിപ്പോവേ. അപ്പൊ 2-3 ഒക്കെ ഉള്ളതാണെങ്കിൽ അതൊന്ന് ഓപ്ഷൻസും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ചിലപ്പോ 3 ഉള്ളതാണെങ്കിൽ ഓൾ ഓഫ് ദി എബോവ് ആയിരിക്കും ചിലപ്പോ ആൻസർ അല്ലേ? ഓൾ ഓഫ് ദി എബോവ് വരാം. അതുപോലെ തന്നെ ബോത്ത് A and B എന്ന് വരാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഓപ്ഷൻസും എല്ലാം വ്യക്തമായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ചെറിയ മിസ്റ്റേക്ക് പോയി തന്ന മാർക്ക് കുറച്ചേക്കാം. ഓക്കെ, അപ്പൊ അവിടെ പൾമണറി എംബോളിസം എന്ന മൈനിങ് വരുന്നുണ്ട്. ഫിസിക്കൽ എക്സാമിനേഷൻ നമുക്കറിയാം, ശാരീരിക പരിശോധനകൾ. പൾമണറി എംബോളിസം എന്ന് പറഞ്ഞാല് ശരിക്കും ഇതൊരു ബ്ലഡ് ക്ലോട്ട് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താണ് സബ്സ്റ്റൻസുകൾ നമ്മുടെ ആർട്ടറി, ലെൻസിന്റെ ആർട്ടറിയെ ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് പൾമണറി എംബോളിസം. ബ്ലഡോ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്സ്റ്റൻസുകൾ ലെൻസിന്റെ ആർട്ടറിയെ ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ്, അവിടെ ബ്ലഡ് ഫ്ലോയെ റെസ്ട്രിക്ട് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നതിനെയാണ് പൾമണറി എംബോളിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്യാപിറ്റൽ ലെറ്റർ PEA, പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. അതായത് ഇവിടെ പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡിയാക് അറസ്റ്റ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അല്ലെ, കാർഡിയാക് അറസ്റ്റ് വരുമ്പോ ആ സമയത്ത് നമ്മുടെ ഹാർട്ട് സ്റ്റോപ്പ് ആവും. ആ സമയത്ത് നമുക്ക് ഡോണ്ട് ഹാവ് എ പൾസ് ഉണ്ടാവാത്തൊരവസ്ഥയാണ് പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് PEARL, പേൾ എന്ന് നമുക്ക് ഷോർട്ട് ആയിട്ട് വിളിക്കാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കേട്ടോ. അത് 2-3 ഒരുപോലെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അതൊന്നും ചെറിയൊരു വ്യത്യാസങ്ങളേ ഉള്ളൂ, അതൊന്നും നോട്ട് ചെയ്ത് നോക്കിയോ കേട്ടോ. പ്യൂപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്ട് ടു ലൈറ്റ്. നമുക്കറിയാം നമ്മുടെ ഇത് ശരിക്കും ഒരു ഫസ്റ്റ് എയ്ഡ് ആണ്. അതായത് നമ്മളൊരു പരിശോധന നടത്തുകയാണ്. ഇതൊരു പേഷ്യൻസിന്റെ ബ്രെയിൻ, അതുപോലെ അവരുടെ ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ മുതലായിട്ടുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഈ പറയുന്ന പേൾ. അതായത് ഇവിടെ നമ്മുടെ പീപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണമണി അല്ലെ. നമ്മുടെ കൃഷ്ണമണി ലൈറ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ കൃഷ്ണമണി എന്ത് ചെയ്യും? ചുരുങ്ങുകയും ലൈറ്റിന്റെ അനുസരിച്ച് അബ്സോർബ് ചെയ്യുന്ന അനുസരിച്ച് ലൈറ്റ് വരുമ്പോൾ നമ്മുടെ കൃഷ്ണമണി ചിലപ്പോൾ വികസിക്കാം, ചുരുങ്ങാം. അത് നോർമൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നോർമൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുക. ഒരു ബോഡി, ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തി വരുമ്പോ, അതായത് ഒരു പേഷ്യന്റ് ആയിട്ട് ഒരു വ്യക്തി വരുമ്പോ അവരുടെ ആ ഒരു ഓർഗൻസ് ഒക്കെ നോർമൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, ബ്രെയിൻ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, അവർക്ക് ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന പേഷ്യൻസിന്റെ 2 കണ്ണിന്റെയും പീപ്പിൾസ് അല്ലെങ്കിൽ കൃഷ്ണമണി ആ ഒരു ലൈറ്റിന്റെ പ്രസൻസ് അനുസരിച്ച് സെയിം സൈസിലാണോ കാണുന്നത് അത് നോക്കും. ഒന്നാമത്തെ കാര്യം, സെയിം സൈസിലാണോ കാണുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് സോഴ്സിനനുസരിച്ച് ഇത് ഷ്രിങ്ക് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ അതിന്റെ ഷേപ്പില് വലുതാവുന്നുണ്ടോ, വികസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചുരുങ്ങുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യും. ഇനി ഇത് കൃത്യമായിട്ട് രണ്ടും ഒരുപോലെ ഷ്രിങ്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുപോലെ വികസിക്കുന്നു എന്നൊക്കെ നമുക്ക് ഒരേ സൈസിലാണ് കാണുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊരു ഫംഗ്ഷൻ, നോർമലി ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? ഇതൊരു കൃത്യമായ കോർഡിനേഷനിൽ നടക്കുന്നതാണല്ലോ. അപ്പൊ ആ ഫംഗ്ഷൻസ് കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് പേൾ, pupils equal and reactive to light. അപ്പൊ പീപ്പിൾസ് ഒക്കെ നമുക്ക് ആ ഒരു ലൈറ്റിനോട് റിയാക്റ്റീവ് ആവുന്ന സമയത്ത്, ആ ലൈറ്റ് സോഴ്സ് വരുന്ന സമയത്ത് ആ കൃഷ്ണമണികള് ഈക്വൽ ആണ്, ഈക്വൽ സൈസിലാണ്. അതുപോലെ തന്നെ രണ്ടും ഒരുപോലെ റിയാക്റ്റീവ്, ഒരുപോലെ പ്രതികരിക്കുന്നുണ്ട്. മനസ്സിലായോ? ഷ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒരുപോലെ ഷ്രിങ്ക് ചെയ്യുന്നു, വികസിക്കുകയാണെങ്കിൽ രണ്ടും ഒരുപോലെ വികസിക്കുന്നു. ക്ലിയർ ആണോ പേള്?
അടുത്തത് വരുമ്പോൾ നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ അതായിരിക്കും മിസ് പറയുമ്പോൾ പറഞ്ഞുതരാം, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അടുത്തത് പെഡ്, നമ്മൾ യൂസ് ചെയ്യാറില്ലേ പീഡിയാട്രിക്സ് അല്ലെ, നമ്മൾ യൂസ് ചെയ്യാറുള്ള ടേം ആണ് കേട്ടോ. സ്മോൾ ലെറ്ററിലാണ് യൂസ് ചെയ്യുന്നത്, PED പെഡ്, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എസ് എന്ന് യൂസ് ചെയ്യാറുണ്ട്. സ്മോൾ ലെറ്റർ ആണ് കേട്ടോ പീഡിയാട്രിക്സ്. ഇനി അടുത്തതാണ് ക്യാപിറ്റൽ ലെറ്റർ PEP, ഡബിൾ ഇ ഉണ്ട് കേട്ടോ. PEP എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ആൻഡ് എക്സ്പിറേറ്ററി പ്രഷർ. പോസിറ്റീവ് ആൻഡ് എക്സ്പിറേറ്ററി പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് പ്രഷർ റിമൈൻസ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ എക്സലേഷൻ. നമ്മളൊരു എക്സലേഷൻ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ലങ്സിൽ റിമൈൻ ചെയ്യുന്ന പോസിറ്റീവ് പ്രഷറിനെയാണ് PEP എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെയാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റേതിൽ PEARL ആയിരുന്നു, ഇവിടെ PERL ആണ്, A ഇല്ല. എയുടെ വ്യത്യാസം രണ്ടും ഒന്ന് തന്നെയാ പറയുന്നത്. നോക്കിയേ, പീപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്, രണ്ടും ഒന്ന് തന്നെയാ പറയുന്നത്. അവിടുത്തെ വ്യത്യാസം അവർ ആ ആൻഡ് എന്നുള്ളതിന്റെ A എടുത്തു എന്നുള്ളതാണ് കേട്ടോ. ആൻഡിന്റെയും കൂടെ രണ്ട് ചോദിച്ചാലും സെയിം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രം. രണ്ട് ചോദിച്ചാലും ഇപ്പൊ PEARL ചോദിച്ചാലും PERL ചോദിച്ചാലും സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കും കേട്ടോ. ആ രണ്ട് ഡിഫറൻസ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, രണ്ടും സെയിം തന്നെയാണ്. ഇനി അടുത്തത് PERRL എന്ന് വെച്ചാൽ പീപ്പിൾസ് ഈക്വൽ റൗണ്ട് ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതിന് ചെറിയൊരു വ്യത്യാസം, അതായത് ഇവിടെ ആ ഒരു കൃഷ്ണമണി ഈ ഒരു ചെക്കപ്പ് നടത്തുമ്പോൾ, ഈ ഒരു പരിശോധന നടത്തുമ്പോൾ ഇവിടെ ആ ഒരു പീപ്പിൾസ് അല്ലെങ്കിൽ കൃഷ്ണമണി ഈക്വൽ റൗണ്ട് ഷേപ്പിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് പെർഫെക്റ്റ്ലി റൗണ്ട് ഷേപ്പിലായിരിക്കും. അപ്പോൾ അതിനെയാണ് PERRL. അതൊരു മെഡിക്കൽ എക്സാമിനേഷൻസിന്റെ ഭാഗമായിട്ട് ഡോക്ടേഴ്സ് ഒക്കെ കുറിക്കുന്ന ടേംസ് ആണ് കേട്ടത്. ഇപ്പൊ PERRL എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു പേഷ്യൻസിന്റെ ലൈറ്റിനോട് അവരുടെ പീപ്പിൾസ് റിയാക്ട് ചെയ്യുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവരുടെ എന്താണ് പീപ്പിൾസ് എക്സാക്ട്ലി റൗണ്ട് ഇൻ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് PH. ഇത് കേട്ടിട്ടില്ലേ? ഫെമിലിയർ അല്ലേ PH? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അല്ലേ? കേട്ടിട്ടില്ലേ PH? ഉണ്ട് അല്ലെ? ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ അല്ലെ? ഒരു അക്വസ് സൊല്യൂഷനിലെ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ട്, അത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നതാണ് ഈ PH വാല്യൂ അല്ലെ? PH വാല്യൂ എന്ത് മുതൽ 0 to 14 ആണ് റേഞ്ച് അല്ലെ? സ്കെയിൽ എന്ന് പറയാൻ 0 to 14 അല്ലേ? ആണോ? പഠിച്ചു ഓർക്കുന്നുണ്ടോ? 7 എന്താണ്? 7 എന്തിനാ പറയുന്നത് നമ്മള്? 7 അസിഡിക് ആണോ ബേസിക് ആണോ? ന്യൂട്രൽ ആണ് അല്ലെ? 7 ന്യൂട്രൽ ആണ്, ശരിയല്ലേ? ന്യൂട്രൽ ആണ് അല്ലെ? അവിടെ ഒരു അസിഡിക്കും അല്ല ബേസിക്കും അല്ല. അസിഡിക് ആകണമെങ്കിൽ ബിലോ 7 ആയിരിക്കണം. 7 മുകളിലേക്കാണ്, എബോവ് 7 ആണെങ്കിൽ അത് ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഓരോ അക്വസ് സൊല്യൂഷൻസിന്റെ ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ അനുസരിച്ച് നമുക്ക് ആ സ്കെയിൽ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അടുത്തത് ക്യാപിറ്റൽ PID. ഒരു P മതി കേട്ടോ, ഒരു P വെട്ടിക്കളഞ്ഞിട്ട് PID മാത്രമേ ഉള്ളൂ കേട്ടോ. ക്യാപിറ്റൽ PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് വെച്ചാൽ എന്താണ്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ യൂട്രസ്, ഫെലോപ്പിയൻ ട്യൂബ്സ്, ഓവറി മുതലായവയുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ബാക്ടീരിയാസ് മൂലം വരുന്ന ഒരു ഇൻഫെക്ഷനെയാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ PND. PND പാരോക്സിസ്മൽ നൊക്ടേണൽ ഡിസ്നിയ. എന്താണ് പാരോക്സിസ്മൽ നൊക്ടേണൽ ഡിസ്നിയ എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ സഡൻ ആയിട്ട് അവേക്കനിങ് ഫ്രം സ്ലീപ്പ്, പെട്ടെന്ന് നമ്മൾ സ്ലീപ്പിൽ നിന്ന് ചാടിയിരിക്കുന്നു. കാരണം അവർക്ക് സിവിയർ ആയിട്ടുള്ള ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് അഫക്ട് ചെയ്യാൻ ഫീൽ ചെയ്യും. ചില ആളുകൾക്ക് തോന്നാറില്ല, ഇപ്പൊ കിടക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് അവർ എന്ത് ചെയ്യും, ഉറക്കത്തിൽ നിന്ന് ചാടി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, വളരെ സിവിയർ ആയിട്ടുള്ള ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആയിരിക്കും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരിക. അത് കുറച്ച് നേരം അവർ എണീറ്റിരുന്നാലോ അല്ലെങ്കിൽ അവർ ഒന്ന് എന്താണ് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എണീറ്റ് നിന്നാലോ ഒക്കെ അവർക്ക് ആ ഒരു കുറച്ചും കൂടി നന്നായിട്ട് ഈസിലി അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും. ആ ഒരു കണ്ടീഷനെയാണ് പാരോക്സിസ്മൽ നൊക്ടേണൽ ഡിസ്നിയ എന്ന് പറയുന്ന കണ്ടീഷൻ. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയത്.
PPIയുടെ ഒരെണ്ണുള്ളൂ കേട്ടോ. PPI ഇല്ല, PPID ഇല്ല കേട്ടോ. PID മാത്രമല്ല, P ഒരെണ്ണം വിറ്റാമിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്താണ്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, നമ്മുടെ ഇൻഫെക്ഷൻ ഓഫ് ദി ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്, യൂട്രസ്, ഫലോപ്പിയൻ ട്യൂബ്സ്, ഓവറി മുതലായിട്ടുള്ള ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയാണ്. അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ബാക്ടീരിയാസ്. രണ്ട് പേളും സെയിം തന്നെയാണ് കേട്ടോ. അതിലൊരു എ മാത്രമേ വ്യത്യാസമുള്ളേ. എ വന്നിരിക്കുന്ന ആൻഡിന്റെ ആണ് കേട്ടോ. ആൻഡ് എന്നുള്ളതിന്റെയാണ് കേട്ടോ. രണ്ട് വന്നാലും സെയിം തന്നെയാണ്. ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ? എല്ലാവരും ഫിനിഷ് ആയോ? ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻസ് പറയാം, നോട്ട് ചെയ്തോ കേട്ടോ. 212 ഫസ്റ്റ് വൺ 212 214 212 214 216 216 217 218 218 221 221 224 221 224 227 227 3 212 214 216 217 218 3 കിട്ടിയോ? 221 224 227. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി. നെക്സ്റ്റ് വൺ ആണ് PO, സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. PO പെർ ഓസ് അല്ലെങ്കിൽ ബൈ മൗത്ത് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ നമ്മള് ചില മെഡിസിൻസിനൊക്കെ നമുക്ക് ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻസ് തരും അല്ലെ. ബൈ മൗത്ത്, വായിലൂടെ അല്ലെ, മൗത്തിലൂടെ കഴിക്കേണ്ടതായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് അല്ലെ. നമുക്ക് മെഡിസിൻസ് പല രീതിയിൽ കഴിക്കാം അല്ലെ. മൗത്തിലൂടെ, അത് വായിലൂടെ കഴിക്കുന്നവയുണ്ട്, അതുപോലെ തന്നെ ചിലത് രക്തത്തിലൂടെ മലദ്വാരത്തിലൂടെ വെക്കുന്നവയുണ്ട് അല്ലെ, സ്കിന്നിലൂടെ, അങ്ങനെ പല രീതിയിലുള്ളതിൽ ഇവിടെ PO എന്ന് പറയുന്നത് പെർ ഓസ് അല്ലെങ്കിൽ ബൈ മൗത്ത് എന്നുള്ള അർത്ഥമാണ്. മെഡിക്കേഷൻസ് ദ ഓറൽ റൂട്ട് അല്ലെങ്കിൽ മൗത്ത് വഴി എന്നുള്ള രീതിയിലാണ് കേട്ടോ. അടുത്തത് ക്യാപ് ലെറ്റർ PO. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നോക്കണേ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് POയും ഉണ്ട്, സ്മോൾ ലെറ്റർ PO ഉണ്ട് അല്ലെ. അങ്ങനെ ചില വേർഡ്സ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മാറിപ്പോവരുത്. ചിലർ വിചാരിക്കും PO എന്ന് പറയുമ്പോ ഓപ്ഷൻ ഉണ്ട്, ബൈ മൗത്ത് എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്, അല്ലെങ്കിൽ പെർ ഓസ് എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ PO ആയിരിക്കും. അങ്ങനെയും തെറ്റുകൾ വരാട്ടോ. ശ്രദ്ധിക്കണം, അതെപ്പോഴും അബ്രീവേഷനിൽ തെറ്റുകൾ, മിസ്റ്റേക്കുകൾ വരാം. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ശ്രദ്ധ വേണം കേട്ടോ. അപ്പൊ അതില് ഏതാണ്, ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ ചോദിച്ചിരിക്കുന്നത്. അതില് ക്യാപിറ്റൽ ലെറ്ററിന്റെ അർത്ഥം വേറെയാണ്, സ്മോൾ ലെറ്റർ ആണ് എഴുതിയിരിക്കുന്നത്, അതിന്റെ അബ്രീവേഷൻ ഫോം വേറെയാണ് അല്ലെ. അപ്പൊ അതങ്ങനെ മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കണേ. ക്യാപിറ്റൽ ലെറ്റർ PO എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ പോസ്റ്റ് OP എന്ന് വെച്ചാൽ എന്താ? ആഫ്റ്റർ സർജറി അല്ലെ, സർജറിക്ക് ശേഷം നടക്കുന്ന എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ പോസ്റ്റ് OP എന്നാണ് അർത്ഥം വരുന്നത്. PO2 എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. നേരത്തെ നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പഠിച്ചിരുന്നു. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ് PO2. നമ്മുടെ ബ്ലഡില് ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ട് ആണ്. എത്രത്തോളം ഓക്സിജൻ ബ്ലഡിൽ ഡിസോൾവ് ആയിട്ടുള്ളതിന്റെ എമൗണ്ട് അല്ലെങ്കിൽ മെഷറിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ PRN.
റിനേറ്റ ആസ് നീഡഡ്. ഇതും നമ്മളെ മെഡിസിൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുള്ള ഒരു ടേമാണ് പ്രോറിനേറ്റ അല്ലെങ്കിൽ ആസ് നീഡഡ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ആസ് നീഡഡ് എന്ന് പറയുന്നത് മെഡിസിൻസ് ആവശ്യമുള്ളപ്പോൾ കഴിക്കുക. പറയാറില്ലേ ഡോക്ടേഴ്സ്, ചില മരുന്നുകൾ എപ്പോഴും കഴിക്കേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കഴിക്കുക. പറയാറുണ്ടോ? പെയിൻ കില്ലേഴ്സ് പോലെയുള്ളവ ഒക്കെ പറയാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ആവശ്യമുള്ളപ്പോൾ മാത്രം കഴിക്കുക എന്നുള്ള രീതിയിലാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് സ്മോൾ ലെറ്റർ PSI, പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. ഇത് നമ്മുടെ പ്രഷറിന്റെ ഒരു മെഷർമെന്റ് യൂണിറ്റ് ആണ് കേട്ടോ, പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. അടുത്തത് ക്യാപ് ലെറ്റർ PSVT, പാരോക്സിസ്മൽ സുപ്രാവെൻട്രിക്കുലർ ട്രക്കികാർഡിയ. PSVT ഇതിന്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോം ആണ് പാരോക്സിസ്മൽ സുപ്രാവെൻട്രിക്കുലർ ട്രക്കികാർഡിയ എന്ന് പറഞ്ഞാൽ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഹാർട്ട് ബീറ്റ്. ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, അത് വളരെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് വളരെ ടു ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന, സഡൻലി സ്റ്റാർട്ട് ചെയ്യും, സഡൻലി സ്റ്റോപ്പ് ചെയ്യുന്ന വളരെ ഇറഗുലർ ആയിട്ടുള്ള ടു ഫാസ്റ്റ് ആയിട്ടുള്ള ഇറഗുലർ ഹാർട്ട് ബീറ്റിനെയാണ് പാരോക്സിസ്മൽ സൂപ്രാവെൻട്രിക്കുലർ ടാക്കികാർഡിയ എന്ന് പറയുന്നത്. അടുത്തത് രണ്ടെണ്ണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നേരത്തെ പറഞ്ഞ PO പറഞ്ഞ പോലെ തന്നെ സ്മോൾ ലെറ്റർ PT ആണെങ്കിൽ അത് പേഷ്യൻസ് എന്നാണ് അർത്ഥം. പേഷ്യന്റ് എന്നതിനെ നമ്മൾ പേഷ്യൻസ്, മിക്ക ചില നോട്ട്സുകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലെ, PT കണ്ടില്ലേ? സ്മോൾ ലെറ്ററിൽ PT ഷോർട്ട് ഫോം ആയിട്ട് എഴുതുന്നത്, അബ്രിവേറ്റഡ് ആയിട്ട് PT എന്ന് എഴുതാറുണ്ട്. സ്മോൾ ലെറ്റർ PT ആണ് കേട്ടോ. Pയും Tയും സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഇനി ക്യാപിറ്റൽ ലെറ്റർ Pയും Tയും ആണെങ്കിൽ ഫിസിക്കൽ തെറാപ്പി എന്നാണ് അർത്ഥം കേട്ടോ. അതിന്റെ എക്സ്പാൻഡ് ഫോം ഫിസിക്കൽ തെറാപ്പി എന്നാണ്. രണ്ടും തമ്മിൽ മാറരുത് കേട്ടോ. സ്മോൾ ലെറ്റർ PT ചോദിച്ചിട്ട് നിങ്ങളുടെ ഓപ്ഷനിൽ ഫിസിക്കൽ തെറാപ്പി ഉണ്ടാവും, പേഷ്യന്റ് ഉണ്ടാവും, വേറെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെയുള്ളതിൽ വ്യത്യാസങ്ങൾ വരും, അതുകൊണ്ട് എപ്പോഴും നോട്ട് ചെയ്യണേ. നെക്സ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ PTA, capital letter PTA, prior to admission or plasma thromboplastic antecedent. രണ്ടിന്റെയും abbreviated form ആണ് capital letter PTA. PTA ലെ first one ആണ് prior to admission. എന്ന് വെച്ചാൽ എന്താ? അഡ്മിഷന് മുൻപ് അല്ലെ? നമ്മൾ പറയാറുണ്ട് ഇപ്പൊ അഡ്മിഷന് മുൻപ് പേഷ്യൻസ് ഹെൽത്ത് സ്റ്റാറ്റസ് ബിഫോർ അഡ്മിഷൻ അല്ലെ, ബിഫോർ ദേ ആർ അഡ്മിറ്റഡ്, അവർ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് പേഷ്യൻസിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു എന്ന രീതിയിൽ നമുക്ക് പ്രയോർ ടു അഡ്മിഷൻ എന്നൊരു ടേം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിക് ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദ പ്ലാസ്മയില് പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. നമ്മുടെ ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ക്ലോട്ടിംഗ് പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിക് ആന്റിസിഡന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ലെറ്റർ PTT, പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈം. പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈം ഇതൊരു ബ്ലഡ് ടെസ്റ്റ് ആണ്. അതായത് ഈ ബ്ലഡ് ടെസ്റ്റ് പ്രധാനമായിട്ടും ഹൗ ലോങ് ടേക്ക് ഫോർ ബ്ലഡ് ടു ഫ്ലോട്ട്, എത്രത്തോളം സമയം ബ്ലഡ് ഫ്ലോട്ട് ചെയ്യാൻ എടുക്കുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. അടുത്ത ടേം ക്യാപിറ്റൽ ലെറ്റർ PVC, പ്രിമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സ് അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ്. ഇതിൽ പോളിവിനൈൽ ക്ലോറൈഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് അല്ലെ, പൈപ്പുകൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് പോളിവിനൈൽ ക്ലോറൈഡ്. അടുത്തത് പ്രീമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഹാർട്ട് ബീറ്റ് ദാറ്റ് ഒറിജിനേറ്റ് ഇൻ ദ വെൻട്രിക്കിൾസ് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഹാർട്ട് ബീറ്റ് ആണ്. അത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഋതത്തെ, ഹാർട്ട് ഋതത്തെ എന്ത് ചെയ്യുന്നു, തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ PVD, പെരിഫറൽ വാസ്കുലാർ ഡിസീസ്. അതായത് നമ്മുടെ ഹാർട്ടിനെ ബ്രെയിൻസിന്റെ ഒക്കെ ഔട്ട്സൈഡ് പുറമേ കാണുന്ന ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ട ഒരു ഡിസീസ് കണ്ടീഷനാണ് പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് കാണുന്ന ഒരു ബ്ലഡ് വെസൽസ് ഒന്നില്ലെങ്കിൽ നാരോ ആവുകയോ അല്ലെങ്കിൽ ബ്ലോക്കേജ് സംഭവിക്കുകയോ ചെയ്ത് അവിടെയുള്ള ആ ഒരു ആർട്ടറീസിലോ വെയിൻസിലോ ഒരു ബ്ലോക്കേജോ അല്ലെങ്കിൽ അത് നാരോ ആയി പോകുന്ന ഒരു കണ്ടീഷനെയാണ് പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതും ഇതുപോലെ തന്നെ മെഡിസിൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെഡിക്കേഷൻസുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്നതാണ് സ്മോൾ ലെറ്റർ Q. എവരി എന്നുള്ള ഒരു അർത്ഥമാണ് QD, എവരി ഡേ. നമ്മൾ പറയാറുണ്ട് അല്ലെ, മെഡിസിൻസുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും കഴിക്കേണ്ട മരുന്നുകളുണ്ട് ഇല്ലേ? QH, എവരി അവർ, എല്ലാ മണിക്കൂറുകളിലും കഴിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലേ? പറയാറുണ്ട്, ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നതാണ് അല്ലെ ഏതൊക്കെയാണെന്നുള്ളത്, അത് ആ മരുന്നുകൾക്കനുസരിച്ച്. അതുപോലെ QID, 4 ടൈം എ ഡേ, നമ്മൾ പറയാറില്ലേ ഒരു ദിവസത്തിൽ 4 നേരം അല്ലെ. ആൻഡ് QOD, എവരി അതർ ഡേ കേട്ടോ. ഇതൊക്കെ മെഡിക്കേഷൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടേംസ് ആണ്. അടുത്തതാണ് ക്യാപിറ്റൽ ലെറ്റർ RA,
റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ റൈറ്റ് ഏട്രിയം. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെ നമ്മുടെ ജോയിന്റ്സുകളില് ഒക്കെ വരുന്ന എന്താണ് സന്ധിവാതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഇൻഫ്ലമേഷൻസ് അല്ലെ, ജോയിന്റ്സിലും അതിന്റെ സറൗണ്ടിങ് ടിഷ്യൂസിലും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ആണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. റൈറ്റ് ഏട്രിയം എന്ന് പറയാറുള്ളതാണ് അല്ലെ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് റൈറ്റ് ഏട്രിയം എന്ന് പറയാറുണ്ട്. Then letter RAD, reactive airway disease and right axis deviation. Reactive airway disease എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ് സിംറ്റംസ്, ഇത് നമ്മുടെ ആസ്മ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ബ്രീത്തിങ് സിംറ്റംസ് കാണുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ആണ് റിയാക്റ്റീവ് എയർവേ ഡിസീസ് എന്ന് പറയുന്നത്. റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഫെമിലിയർ ആയിട്ടുള്ളതാണ് RBC, ലെറ്റർ RBC, റെഡ് ബ്ലഡ് സെൽ അല്ലെ. ദെൻ RH, ഇത് പഠിച്ചിട്ടില്ലേ? ഇത് രണ്ടും നിങ്ങൾ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു കാണും അല്ലെ. RH എന്താ? റിസസ് ബ്ലഡ് ഫാക്ടർ, റിസസ് ഫാക്ടർ എന്ന് ഷോർട്ട് ആയിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ റോഡിയം, ഒരു കെമിക്കൽ എലമെന്റ് ആണ്, റോഡിയം എന്നും പറയാം RH-നെ. അടുത്തത് ലെറ്റർ RHD, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് വെച്ചാൽ എന്താ? ഹാർട്ട് മസിൽസ്, അതുമായി ബന്ധപ്പെട്ട ഹാർട്ടിന്റെ മസിൽസിലൊക്കെ ഉണ്ടാകുന്ന ഡാമേജിനെയാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം കേട്ടോ, നോട്ട് ചെയ്യണേ. 240, 240, 241, 240, 241, 242, 240, 241, 242, 245, 245, 247, 247, then 253, 254, 255. ഒന്നുകൂടി പറയാം. 240, 241, 242, 245, 247, 253, 254, 255. കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ ലെറ്റർ RL, റിംഗേഴ്സ് ലാക്ടേറ്റ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഡീഹൈഡ്രേഷൻ, ലോ BP ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ IV ഫ്ലൂയിഡ് ആയിട്ട് സോഡിയം ലാക്ടേറ്റ് സൊല്യൂഷൻ, അതാണ് കേട്ടോ IV ഫ്ലൂയിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് റിംഗേഴ്സ് ലാക്ടേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഡീഹൈഡ്രേഷൻ, ലോ BP ആ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന IV ഫ്ലൂയിഡ് ആണ് എന്താണ് റിംഗേഴ്സ് ലാക്ടേറ്റ് അല്ലെങ്കിൽ നമ്മുടെ സോഡിയം ലാക്ടേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ RLL, റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ്സ്, ലങ്സിന്റെ റൈറ്റ് സൈഡില്, ലങ്സിന്റെ റൈറ്റ് ലങ്സിന്റെ ലോവർ ലോബിനെ, ഏറ്റവും താഴത്തെ ലോബിനെയാണ് നമ്മൾ RLL എന്ന് പറയുന്നത്. RLQ, ക്യാപിറ്റൽ ലെറ്റർ RLQ, റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ, നമ്മുടെ അബ്ഡോമന്റെ റൈറ്റ് സൈഡിലെ, നമ്മുടെ അബ്ഡോമന്റെ ലോവർ ക്വാഡ്രന്റ്, നാലായിട്ട് തിരിച്ചാൽ അതിലെ ലോവർ ഭാഗത്തെയാണ് RLQ എന്ന് പറയുന്നത്.
Then അടുത്തത് ക്യാപിറ്റൽ RN. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. രജിസ്റ്റേർഡ് നഴ്സ് അല്ലേ? അറിയാലോ, രജിസ്റ്റേർഡ് നഴ്സ്. Then ക്യാപിറ്റൽ R⁻O, റൂൾ ഔട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റൂൾ ഔട്ട് ചെയ്യുക, തള്ളിക്കളയുക. ഇപ്പൊ ഒരു നെഞ്ചുവേദനയായിട്ട് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു ഡോക്ടർ എന്ത് ചെയ്യും? ചില സമയങ്ങളിൽ അപ്പൊ അത് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് നമുക്ക് തെളിയിക്കണമല്ലോ. ആണോ, അത് വഴിയാണോ നെഞ്ചുവേദന വന്നിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ECG പോലെയുള്ള മറ്റു ടെസ്റ്റുകൾ കൊണ്ട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അത് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതൊക്കെ നോർമലാണ്, റിസൾട്ട് ഒക്കെ നോർമലാണ്. ഇപ്പൊ ECGയിൽ കുഴപ്പമൊന്നുമില്ല, അതുപോലെ ബ്ലഡ് ടെസ്റ്റിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അപ്പൊ ആ ഒരു സാധ്യത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തള്ളിക്കളയാൻ പറ്റും ഇല്ലേ? അതാണ് R⁻O എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ROM, റേഞ്ച് ഓഫ് മോഷൻ. അതായത് എത്രത്തോളം എക്സ്റ്റെൻഡ് നമുക്ക് ജോയിന്റ്സ്, എത്രത്തോളം എക്സ്റ്റെൻഡിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, അതാണ് റേഞ്ച് ഓഫ് മോഷൻ. റപ്ചർ ഓഫ് മെംബ്രെയിൻ, അത് ശരിക്കും നമ്മുടെ വാട്ടർ ബ്രേക്കിംഗ് ഡ്യൂറിംഗ് പ്രഗ്നൻസി നമ്മൾ പറയില്ലേ, അമ്നിയോട്ടിക് സാക്ക് ബ്രേക്ക് ആവുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ കൂടുതലും സൂചിപ്പിക്കുക കേട്ടോ. റപ്ചർ ഓഫ് മെംബ്രെയിൻ, അമ്നിയോട്ടിക് സാക്ക് ബ്രേക്ക് ആയിട്ട് നമ്മുടെ പ്രഗ്നൻസിയുടെ സമയത്ത് വാട്ടർ ബ്രേക്കിംഗ് നമുക്ക് പറയാറുണ്ട് അല്ലെ? അതാണ് കണ്ടീഷൻ. Then capital RUL, റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്സ്. ലങ്സിന്റെ റൈറ്റ് സൈഡിലെ അപ്പർ ലോബ്, മുകളിലത്തെ ലോബിനെയാണ് നമ്മുടെ RUL. Then RUQ, നമ്മൾ നേരത്തെ അതേപോലത്തെ ടേം മുകളിൽ പഠിച്ചിട്ടാ. RUQ എന്ന് വെച്ചാൽ എന്താ? റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. അബ്ഡോമിലെ 4 ക്വാഡ്രന്റ് ആയിട്ട് തിരിച്ചാൽ അതിലെ റൈറ്റ് സൈഡിലെ അപ്പർ ക്വാഡ്രന്റ്, അപ്പർ ഭാഗം. Then അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് RX, ക്യാപിറ്റൽ R സ്മോൾ x, പ്രിസ്ക്രിപ്ഷൻ എന്നാണ് കേട്ടോ. എക്സ്പാൻഡിങ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ. Then സ്മോൾ s ഒരു ഹൈഫൺ വിത്തൗട്ട് എന്നുള്ള അർത്ഥമാണ്. ക്യാപിറ്റൽ ലെറ്റർ SC, സബ്ക്യൂട്ടേനിയസ് ഓർ സെക്രീറ്ററി കമ്പോണന്റ്. രണ്ടുമാണ് കേട്ടോ അർത്ഥം. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ക്യൂട്ടേനിയസ്, നമ്മൾ ചില മരുന്നുകളൊക്കെ സബ്ക്യൂട്ടേനിയസ്, അതായത് ബിനീത് ദ സ്കിൻ, സ്കിന്നിന് കീഴിലുള്ള ടിഷ്യൂ ലെയറിലെയാണ് കേട്ടോ സബ്ക്യൂട്ടേനിയസ്. സെക്രീറ്ററി കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ പ്രോട്ടീൻ ആണ്. ക്രൂഷ്യൽ റോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഒരു ക്രൂഷ്യൽ റോൾ ചെയ്യുന്ന ഒരു പ്രോട്ടീനെയാണ് കേട്ടോ നമ്മള് സെക്രീറ്ററി കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇവിടെ വരെയും നമുക്ക് നോക്കാം. ഇത് കംപ്ലീറ്റ് ആവാൻ ഒന്നുകൂടി പറഞ്ഞു അല്ലെ. SICU സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. SIDS എന്ന് പറഞ്ഞാൽ സഡൻ ഇൻഫാന്റ് ഡെത്ത് സിൻഡ്രോം. അതായത് ഇപ്പൊ കുട്ടികൾ, അതായത് 1 വർഷം വയസ്സിന് താഴെയുള്ള കുട്ടികള് ചിലപ്പോൾ സ്ലീപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്ന്, അതായത് ഒരു അൺഎക്സ്പ്ലെയിൻ, നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാരണത്താല് മരണപ്പെടുന്നതിനെയാണ് നമ്മള് സഡൻ ഇൻഫാന്റ് ഡെത്ത് സിൻഡ്രോം എന്ന് പറയുന്നത്. സബ്ലിംഗൽ എന്ന് പറഞ്ഞാൽ എന്താ? SL, അതായത് ക്യാപിറ്റൽ SL. സബ്ലിംഗൽ എന്ന് പറഞ്ഞാല് ബിലോ ദ ടങ്, അണ്ടർ ദ ടങ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ക്യാപിറ്റൽ SOB, ഷോർട്ട്നെസ് ഓഫ് ബ്രീതിങ് ഡിഫിക്കൽറ്റി അല്ലെ? Then SQ, subcutaneous കേട്ടോ. സബ്ക്യൂട്ടേനിയസ് എന്നുള്ള അർത്ഥമാണ്. സബ്ക്യൂട്ടേനിയസ് ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. SC ഉണ്ട്, SQ സബ്ക്യൂട്ടേനിയസ് എന്നുള്ള അർത്ഥം തന്നെയാണ്. സ്മോൾ ലെറ്റർ SS, ഹാഫ് എന്നുള്ള അർത്ഥമാണ്. ക്യാപിറ്റൽ ലെറ്റർ S⁻S, സൈൻസ് ആൻഡ് സിംറ്റംസ്. സ്റ്റാർട്ട്, ഇമ്മീഡിയറ്റ്ലി എന്നുള്ള അർത്ഥമാണ്. ക്യാപിറ്റൽ ലെറ്റർ STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. Then sub-Q, പിന്നെയും പറയുന്നുണ്ട് സബ്ക്യൂട്ടേനിയസ്. അപ്പൊ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ക്യാപിറ്റൽ SVT, സൂപ്രാ വെൻട്രിക്കുലർ ടക്കികാർഡിയ എന്ന് വെച്ചാൽ സൂപ്രാ വെൻട്രിക്കുലർ ടക്കികാർഡിയ എന്ന് പറഞ്ഞാൽ റെഗുലർ ഹാർട്ട് ബീറ്റ്, റെഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് തന്നെയാണ് കേട്ടോ. Then ക്യാപിറ്റൽ SX, സിംറ്റംസ്. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ YM എന്ന് പറഞ്ഞാലും സിംറ്റംസ് തന്നെയാണ്. ഇത്രയും മെസ്സേജ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്നുകൂടി പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം കേട്ടോ. ഇന്നിവിടെ വരെ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ളത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.